നാട്ടിൽ ജനിച്ച അബ്ദുസലാം ഖാര് മലയാളത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് ഇനി ഞാനേതായാലും മലയാളത്തിൽ തന്നെയാണല്ലോ പ്രസംഗിക്കേണ്ടത്. അബ്ദുസലാം എന്നാലും തമിഴ്നാട്ടിൽ ജനിച്ചാണ്. മുമ്പ് മലയാളത്തിൽ പറയുമ്പോൾ ഞാനേതായാലും മലയാളം തന്നെ. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ അബ്ദുസലാം രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയുടെ വികസനം അടക്കം അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായ ഡോക്ടറാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ 100-125 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തുന്ന നോളജ് സിറ്റിയുടെയും മേൽനോട്ടം വഹിക്കുന്നത്. അതിന്റെ പ്ലാനും അതിന്റെ റോഡും ബിൽഡിങ്ങും അതിന്റെ മറ്റുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും എല്ലാ എഞ്ചിനീയർമാരുമായി സംസാരിക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തോട് പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൂട്ടി കൊണ്ടുവന്നത് നിങ്ങൾക്കും അദ്ദേഹത്തിനും എല്ലാം പ്രചോദനമാവാൻ വേണ്ടിയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. 57 നിക്കാഹ് ഇവിടെ നടക്കണമല്ലോ, അതിന് സമയം വേണം. പക്ഷേ നമ്മുടെ പ്രിയങ്കരനായ ഇബ്രാഹിം ഹാജി സാഹിബ് അടക്കം, അതിനുശേഷം നമ്മുടെ കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തമിഴ്നാട്ടിലെ ഖലീൽ ഹാജി ரொம்ப பெரிய ஆளாണ്. பெரிய ஆளுன்னு പറഞ്ഞാൽ ரொம்ப பெரிய ஆளு. அங்கு മദ്രസ സ്കൂള് എല്ലാം അവർ സ്വന്തമായിട്ട് നടത്തുന്നത്. ഖലീൽ ഹാജി, അവരുടെ മകൻ വന്നിരിക്ക്, അവരെല്ലാം വലിയ വലിയ ആളുകൾ. അതുപോലെ ഇവിടെ എല്ലാം മഹാന്മാരായ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങൾ കേൾപ്പിക്കുന്നു. അസ്സാഇ അലൽ അർമിലത്തി കൽ ഗാസി ഫി സബീലില്ലാഹ് അൽ ഖായിമി ഫിൽ ലൈലി അസ്വാഇമി ഫിൻ നഹാർ. ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക്, അത് ഭർത്താവ് നേരത്തെ ഇല്ലാത്തവരായാലും ഭർത്താവ് ഉണ്ടായിട്ട് മരിച്ചുപോയവരായാലും ഏത് തന്നെയായാലും ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് ഇണകൾ ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർബന്ധമായ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയും രാത്രി ധാരാളമായി തഹജ്ജുദ് നിസ്കരിക്കുകയും പകൽ നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ പോലെയും ആണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളടുക്കൽ ഒരു സഹാബി വന്നു, എനിക്ക് വിവാഹം ചെയ്യണം, അത് എന്റെ കയ്യിൽ മഹറില്ല എന്ന് പറഞ്ഞു. മഹർ കൊടുക്കാതെ നിക്കാഹ് ചെയ്യാൻ പറ്റൂല, ഒരു കാരണവശാലും മഹറില്ലാതെ പറ്റൂല, മഹർ നിർബന്ധമാണ്, എന്റെ കയ്യിൽ യാതൊരു മഹറുമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു വലിയ കൊട്ടയിൽ ഈത്തപ്പഴം കൊണ്ടുവന്നു ഒരാള്. ഇത് നീ മഹർ കൊടുത്തിട്ട് നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞു.
അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയും കുട്ടികളും മക്കളൊക്കെ എത്രയോ ദിവസമായി പട്ടിണി കിടക്കുന്നത്, അവർക്ക് തിന്നാൻ കൊടുക്കാനാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, മറു കൊടുക്കാൻ എന്റെ കയ്യിലില്ല എന്ന് പിന്നെയും പറയും. എന്നാ പിന്നെ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെയും ആ മനുഷ്യന്, ആ സ്വഹാബിക്ക് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ മഹർ കൊടുക്കാനുള്ള ചെറിയ ഒരു മോതിരം കൊടുക്കുകയും ആ മോതിരം മഹറായി കൊടുത്ത് നിക്കാഹ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുക്കത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണയാക്കി കൊടുക്കുക, വലിയ ഒരു ബന്ധമുണ്ടാക്കുക. നിങ്ങൾ നോക്കൂ, നോക്കൽ ഹറാമ്, തൊടൽ ഹറാമ്, ഒരു സ്ഥലത്ത് ഇരിക്കൽ ഹറാമ്. അതാണ് അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള നിയമം. ഒരു അന്യപുരുഷനും ഒരു സ്ത്രീയും മാത്രം ഒരു റൂമിൽ ഇരിക്കാൻ പാടില്ല, അവർ സംസാരിക്കാൻ പാടില്ല, മുഖത്ത് നോക്കാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. ആ നിലക്കുള്ള സ്ത്രീ പുരുഷന്മാർ അതാ വൈവാഹിക ജീവിതത്തിലൂടെ അവർക്ക് കാണാനും കൂടാനുമുള്ള സൗകര്യങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തു. മരണം വരെ അവരെ സ്നേഹം അത് വലിയ സ്നേഹമായി അല്ലാഹു തആല ആക്കിക്കൊടുക്കുകയാണ്. ഭർത്താക്കന്മാർക്ക് ചെറിയ ചെറിയ ഒത്താശകളാണ് ചെയ്തു കൊടുക്കൽ ഭാര്യമാർക്ക് നിർബന്ധമുള്ളത്. പക്ഷേ ഭാര്യയായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കും. എത്രത്തോളം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ കാണാൻ പോയി, വീട്ടിലേക്ക് കണ്ടില്ല. 3 പ്രാവശ്യം കാണാൻ പോയി, കണ്ടില്ല. രാത്രി വീട്ടിൽ വന്നപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ മകളിൽ നിന്ന് 3 ദിവസം ഇവിടെ വന്നിരുന്നു കാണാൻ. എന്താണെന്നറിയാതെ രാത്രി 10 മണി കഴിയുന്ന സമയം, ഉറക്കത്തിന്റെ സമയം, പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഇറങ്ങി. എന്റെ മകൾ എന്തിനായിരുന്നു 3 വട്ടം വന്നത് എന്നറിയാൻ വേണ്ടി പോയി. മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാറുള്ള വളരെ പ്രിയപ്പെട്ട മകളാണ്. അവിടെ ചെന്ന് ഭാര്യ ഭർത്താക്കളുടെ ഉറങ്ങാനൊരുങ്ങുന്നു. ആ സമയത്ത് ചോദിച്ചു മകളോട്, എന്താണ് മകളെ നീ വന്നത്? അപ്പൊ അങ്ങനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, എന്റെ ഭർത്താവ് വല്ലാതെ അതിഥികളെ സ്വീകരിക്കുന്ന ആളാണ്, സാധുക്കളെ സഹായിക്കുന്ന ആളാണ്. ആ ഭർത്താവ് ജോലിക്ക് പോയി സമ്പാദിച്ചിട്ട് ഗോതമ്പം കൊണ്ടുവരും. അത് പൊടിക്കാൻ ആസ് എന്ന് പറയുന്ന സാധനം, അതായത് ഇങ്ങനെ ഒരു കരിങ്കല്ലിന് ഒരു കുഴിയിലിട്ടിട്ട് വേറൊരു കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരിക്കണം. വേറെ യന്ത്രങ്ങളൊന്നും അന്നില്ലല്ലോ. അങ്ങനെ ഈ ആസ് കല്ല് തിരിച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടിച്ച് പത്തിരിയുണ്ടാക്കി ചപ്പാത്തിയുണ്ടാക്കി വിരുന്നുകാരെ സൽക്കരിക്കാൻ എന്റെ ഭർത്താവിനെ സഹായിക്കും. അങ്ങനെ തിരിച്ച് എന്റെ കൈയിന്റെ അടിയിലെ തൊലി പൊട്ടിപ്പോയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് അവിടുന്ന് അടിമകളായി യുദ്ധത്തിൽ കിട്ടുന്ന ഒരാളെ എനിക്ക് തരണം. അത് പറയാനാണുള്ളത്. നിങ്ങൾ നോക്കൂ, അത്രത്തോളം ഭർത്താക്കന്മാരുടെ വാക്കുകൾ കേട്ട് ഭർത്താക്കന്മാരുടെ വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിച്ച് സഹായിച്ച് അങ്ങനെ ഭർത്താക്കന്മാരുമായി സ്ത്രീകൾ ഇണങ്ങുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാം ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം ഈ ഭർത്താക്കന്മാര് കൊടുക്കുന്നു. അങ്ങനെ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും ശരിയായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ സ്നേഹത്തോടുകൂടെ ജീവിക്കണം
എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന പുതിയാപ്പളമാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിക്കാഹ് ചെയ്ത് നാളെ തന്നെ ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവക്കേട് കാണുമ്പോ ഞാനിത് തന്നെ ഒഴിവാക്കി തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ പടക്കപ്പെട്ടത് വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ്. അതുകൊണ്ട് സ്ത്രീകളെ സ്വഭാവത്തിൽ ചിലപ്പോഴൊക്കെ ചില വളവ് വരും. ആ വളവ് വന്നാൽ നിങ്ങൾ മെല്ലെ മെല്ലെ നിവർത്തുകയല്ലാതെ പെട്ടെന്ന് നേരെയാക്കി പൊട്ടിപ്പോവും. വളഞ്ഞ എല്ലിങ്ങനെ പിടിച്ചിട്ട് നേരെയാക്കി വിട്ടാൽ പൊട്ടിപ്പോവില്ലേ? അതുപോലെ പെണ്ണുങ്ങളെ പെട്ടെന്ന് ഒറ്റയടിക്ക് ശരിയാക്കണം എന്ന് വിചാരിച്ചാൽ അത് പൊട്ടിപ്പോവും. കസ്റുഹാ തലാഖുഹാ, പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അവളെ തലാഖിലാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ഒരു ചെറിയ എന്തെങ്കിലും അപാകത കണ്ടാൽ ഉടനെ തന്നെ തലാഖ് ചൊല്ലിവിടുന്ന സ്വഭാവം പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണ് ആരാണ് എന്ന് ചോദിച്ചപ്പോ പല സമയത്തും പലത് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച ആളുടെ ചോദ്യത്തിനനുസരിച്ച് മറുപടി ഉണ്ടാവും. ഇവിടെ പറഞ്ഞത്, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവ് ഒരു പക്ഷേ ക്ഷീണിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും ഭർത്താവിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും അങ്ങനെ ഭർത്താവിന്റെ വിഷമവും ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവൾ അവരാണ് നല്ല പെണ്ണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ എപ്പോഴും സ്നേഹത്തോടെ ഐശ്വര്യത്തോടെ കഴിയണം. ഞാൻ നിർത്തുന്നു. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അബൂ സലമത്തിന്റെ വീട്ടിൽ പോയി ഫാത്തിഹ ഓതി, ആമനർ റസൂൽ ഓതി, അൽ ബഖറയുടെ ആദ്യം ഓതി, കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് മരണപ്പെട്ട അബൂ സലമക്ക് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആക്കുന്നു, അബൂ സലമക്ക് പൊറുക്കണമെന്ന് ദുആർന്ന കൂട്ടത്തിൽ അബൂ സലമത്തിന്റെ ഭാര്യയായ ഉമ്മു സലമക്ക് നല്ലൊരു ഭർത്താവ്, ഈ ഭർത്താവിനേക്കാളും ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണേ പടച്ചോനെ. ഉമ്മു സലമ ഇസ്ലാമായി ജീവിക്കുന്നവരല്ലേ. അങ്ങനത്തെ ആ സഹാബിയത്തായ ഉമ്മു സലമത്ത് പറയാണ്, ഈ ദുനിയാവില് എന്റെ ഭർത്താവിനേക്കാൾ നല്ലൊരാളെ ഞാൻ കാണുന്നില്ല. എന്റെ ഈ മരിച്ചുപോയ ഭർത്താവിനേക്കാൾ നല്ലൊരു മനുഷ്യനെ ഞാൻ ഈ ഭൂമി ലോകത്ത് കാണുന്നില്ല. പിന്നെ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ദ്വാരുന്നത്? പിന്നെ അള്ളാഹുവിന്റെ റസൂലുണ്ട്, അത് എനിക്ക് ഭർത്താവായി കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലതാരും. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം പോലെ മറ്റൊരാളോടും എനിക്ക് സ്നേഹമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കഴിച്ചാൽ എന്റെ ഭർത്താവിനെ ഞാൻ അങ്ങേയറ്റം പ്രിയം വെക്കുന്നു. അത്രയും നല്ലൊരു ഭർത്താവിന് എവിടെ കിട്ടാനാണ് എന്ന് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നു, തങ്ങൾ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്തു കൊള്ളണം എന്ന്. അപ്പോ ഈ ദുആന്റെ കാര്യം മനസ്സിലായി. അപ്പൊ ചുരുക്കത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അത്രയും വലിയ സ്നേഹമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിൽ പറഞ്ഞു, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു എങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് ഞങ്ങൾക്ക് ശരീഅത്ത് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ അത് പാടില്ല. അപ്പൊ അത്രയും ബന്ധമാണ്. ആ നിലക്ക് സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ഇവിടെയുള്ള ഈ വിവാഹം നടത്തുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ബർക്കത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഈ വിവാഹം നടത്തുന്നതിന് ഞങ്ങൾ എതിരാളികൾ പറയുന്നത് പോലെ സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിവാഹമൊന്നുമല്ല.
ഒരു പെണ്ണിന് അത്യാവശ്യം ഒരു ചെറിയ ആഭരണം അവരുടെ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കല് ഇന്ന് തുടങ്ങിയതല്ല, സഹാബിയാത്തിന്റെ കാലം മുതൽക്ക് ഉണ്ട്. ആയിഷ ബീവിയുടെ കഴുത്തിലിട്ടിരുന്ന മാല പോയപ്പോഴാണ് തയമ്മുമിന്റെ ആയത്തിറങ്ങിയത്. അപ്പോ പെണ്ണുങ്ങൾ ചെറിയൊരാഭരണം ധരിക്കുക എന്നത് പഴയ കാലം മുതൽക്ക് തന്നെ ഇസ്ലാമിന്റെ തുടക്കം മുതൽക്ക് ഉണ്ട്. അല്ലാതെ ചിലര് നമ്മളെ ആക്ഷേപിച്ചിട്ട് പറയും, ഓ ഇതിപ്പോ ഒരു സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പതിവ്. എന്ത് സ്ത്രീധനോ? ഒരു പെണ്ണിന് 5 പവൻ പൊന്നു കൊടുത്താൽ അല്ലെങ്കിൽ 10 പവൻ പൊന്നു കൊടുത്താൽ അതൊരു സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിർബന്ധമായുള്ളതല്ല. മറിച്ച് ഒരു പെണ്ണ് അല്ലാഹു തആല ഭംഗിയായി വെച്ച പൊന്ന്, പിന്നെ എന്തിനാ അള്ളാഹു പഠിച്ചത്? പൊന്നെന്തിനാ പഠിച്ച? കുടിക്കാൻ പറ്റൂല, തിന്നാൻ പറ്റൂല, ഒന്നിനും പറ്റാത്ത സാധന ഈ പൊന്ന്. പക്ഷെ വില കൂടുതൽ അതിനുള്ളത്. ഓസല്ലാഹു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് അള്ളാഹ് ചെയ്ത നിയമത്തിൽപ്പെട്ടതാ ഒരു മുക്കാലും കൊടുക്കണ്ടാത്ത സാധനം. ആ സാധനം ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയൂല. അതേതാണ്? വെള്ളം. പാത്രത്തിൽ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വഹിച്ചു കൊടുക്കുന്നതല്ല, കിണർ ഒഴിച്ചാല് വെള്ളം കിട്ടുന്നതല്ല അധിക സ്ഥലത്തും. അപ്പൊ ഈ വെള്ളത്തിന് വിലയില്ല. പക്ഷെ വെള്ളമില്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിച്ചുകൂടാ. ഏറ്റവും വലിയ വിലയുള്ള സാധനം പൊന്ന്. അതൊരു മനുഷ്യൻ കണ്ടിട്ടില്ലെങ്കിലും ജീവിക്കാം. ജീവിതത്തിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എന്നാലും ആൾക്ക് ജീവിക്കാം. അങ്ങനത്തെ സാധന. പക്ഷേ അല്ലാഹു തആല അത് പടച്ചത് ഇവിടുത്തെ ലോകത്തിന്റെ നിലനിൽപ്പിന്, വ്യാപാരം നടക്കാനും സ്ത്രീകൾക്ക് ഭംഗിയുണ്ടാവാനുമാണ്. ആ നിലയ്ക്ക് ഒരു 5 പവൻ പൊന്ന് അല്ലെങ്കിൽ 10 പവൻ പൊന്ന് കൊടുത്ത് വിവാഹം ചെയ്താൽ അത് അനിസ്ലാമികമല്ല. അത് ഏറ്റവും വളരെ നിർബന്ധമായ കാര്യമാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സ്ത്രീകളെല്ലാം അവരുടെ വീട്ടിൽ നിൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഭർത്താക്കന്മാരുടെ കൂടെ അയക്കാൻ സഹായിച്ചിട്ടുള്ള എല്ലാ ധനികന്മാർക്കും നീ തൗഫീഖിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ധനികന്മാരല്ലാത്തവരും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് 1 പവൻ 2 പവൻ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടാണ് 57 സ്ത്രീകളെ ഇന്ന് വിവാഹം ചെയ്യുന്നത്. ഇതിനെ സഹായിച്ച എല്ലാവർക്കും നീ സഹായിക്കണം റഹ്മാനെ. ഇതിന് ഏത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലോ സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും 2 വീട്ടിലും സഹായം നൽകണം റഹ്മാനെ. ഈ സ്ഥാപനം മർക്കസ്, ഈ പാടന്തറയിലെ മർക്കസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി മതഭൗതിക സാങ്കേതിക വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വളർത്തുന്നതിന് നീ ഇനിയും തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനെ സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണം റഹ്മാനെ. അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ KP ഹാജി തുടങ്ങി മറ്റുള്ള പ്രവർത്തകന്മാർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ ആളുകൾക്കും നീ റാഹത്ത് നൽകണം റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, എല്ലാ ആളുകൾക്കും നീ റാഹത്തും ബർക്കത്തും ചെയ്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാരിൽ മരിച്ചുപോയവർക്കെല്ലാം നീ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് സിദ്ദീഖ് മൗലവി ഇതിന്റെ തുടക്കത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടെ ഇല്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിനെയും അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ സഹോദരന്മാർ 1,00,000 ഉറുപ്പിക നമ്മുടെ ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അതുപോലെ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽക്ക് മരിച്ചുപോയ എല്ലാവരും, നമ്മളെ മൊയ്തീൻ സാഹിബ് അടക്കം പല ആളുകളും, എനിക്ക് പേര് ഓർമ്മയില്ല, അറിയില്ല, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഈ ഫണ്ടിലേക്ക് സംഭാവന ഇനിയും ആവശ്യമുണ്ട്. ഈ പറഞ്ഞ 57 കുട്ടികൾക്കും കൊടുക്കാനുള്ളത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിയുന്നവരൊക്കെ ഇനിയും തരണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يسر عسيرنا فإن تيسير كل عسير عليك سهل يسير. اللهم اجعلنا واجعل آباءنا وأمهاتنا من عبادك الصالحين. എല്ലാ ഭാഗം എനിക്കറിയാം. ആ ബഹളം വെക്കുന്നവനെ കുറച്ച് അങ്ങോട്ടാക്കിയവനെ എപ്പോഴും ഉള്ളതാ സ്വഭാവം. ഇബ്രാഹിം ഹാജിയുടെ ആരും അമ്മായും ഇബ്രാഹിം ഹാജി ഒരു 25ഓളം കുട്ടികളെ കെട്ടിയാൽ നമുക്ക് 28 കുട്ടികളെ കെട്ടിയാൽ നമ്മളെ സഹായിക്കുന്ന മഹാൻ. കാന്റീൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. അത് ഉണ്ടാക്കി തന്ന മഹാൻ. അദ്ദേഹത്തിന്റെ അമ്മായിമ്മ മരിച്ചിട്ട് 7ാമത്തെ ദിവസമാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗതപ്പാക്കി കൊടുക്കട്ടെ. ഇബ്രാഹിം ഹാജിക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും അള്ളാഹു വർദ്ധിക്കട്ടെ. ആലിമീങ്ങളോട് സാലിഹീങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളവർകൾ വഫാത്തായി. ഈ അടുത്ത 12-ാം തീയതിയാണ് അവിടുത്തെ 40ാമത്തെ ദിവസം. അതുവരെ ആ മഹാനവറുകൾക്ക് കോടിക്കണക്കിന് തഹ്ലീലുകൾ ചൊല്ലി ജനങ്ങൾ അർപ്പിക്കുകയാണ്, ഹദിയ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. തങ്ങൾക്ക് വേണ്ടി തഹ്ലീല് ചൊല്ലുന്ന ദുആ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംകളും അല്ലാത്ത എല്ലാവരും ബന്ധപ്പെട്ട് മതമൈത്രി നിലനിർത്തി ജീവിക്കുന്നവരാണ്. അതിന്റെ പേരിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും റാഹത്തും നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا معنا شقيا ولا مطرودا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. നിക്കാഹ് എടുത്തല്ലേ? അതൊക്കെ അങ്ങ് എടുത്താളി. ഇവിടുന്നല്ലേ അല്ലേ? ഒരു 3-4 ഒരു 4 മജ്‌ലിസ് ഉണ്ടാക്കണം. ഒറ്റൊന്നും തീരൂല. അല്ല, പെട്ടെന്ന് തന്നെ ആരും കഴിയൂല. നോക്ക, ഇതെടുത്ത് മാറ്റി. നമ്മുടെ മഹത്തായ പ്രധാന ഘടകം